ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഫ്രൈഡേ സ്പെഷ്യലായി കൂന്തൽ ബിരിയാണി റെസിപ്പിയാണ്. അതിന് ഫ്രഷ് ആയിട്ടുള്ള കൂന്തൽ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഒരു മീഡിയം സൈസുള്ള പീസാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇവിടെ ആർക്കും അങ്ങനെ എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി, അധികം എരിവില്ലാത്ത മസാലയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ല കുഴച്ച് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കൂന്തളിട്ട് കൊടുക്കുക. മാഗ്നേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കൂന്തളിട്ട് കൊടുക്കേണ്ടത്. ഒന്ന് സെറ്റായതിന് ശേഷം എന്നിട്ട് ആ പാനിലേക്ക് കൂന്തളിട്ട് കൊടുത്ത് നമ്മൾ ഏത് പാനാണോ ബിരിയാണി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കൂന്തളിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ അതിൽ നിന്ന് നല്ല വെള്ളം ഊർന്ന് വരും. ആ വെള്ളം എന്നിട്ട് നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ അതൊരു നല്ല ഡ്രൈ ആക്കരുത്, ഒരു മീഡിയം ആയാൽ വെള്ളം ഒന്ന് വറ്റി വന്നാൽ അതിൽ നിന്ന് കൂന്തൾ മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 2 വലിയ സൈസിലുള്ള ഉള്ളി സ്ലൈസ് ചെയ്തതാണ്, അതിൽ നിന്ന് കുറച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഉള്ളി അത് എണ്ണയ്ക്കിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്താൽ വേഗം വഴണ്ട് കിട്ടുമെന്നാണ് പറയാറ്, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പിന്നെ അതിലേക്ക് ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഇന്ന് നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് അത് വഴണ്ട് വരണ സമയത്ത് കുറച്ച് പച്ചമുളക്, നിങ്ങൾക്ക് എത്രയാണോ എരിവിന് ആവശ്യം അതിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ തക്കാളി ഇട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നല്ലോണം വഴണ്ട് വന്നിരിക്കുന്നു. എന്നിട്ട് അതിലേക്ക് ആദ്യം ഫ്രൈ ചെയ്ത കൂന്തൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു 1.5 സ്പൂണ് ഗരം മസാല, വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കണില്ല. എന്നിട്ട് അത് ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് അതൊന്നായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂണ് പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പുളിയില്ലാത്ത തൈര് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് അപ്പുറത്തെ ഒരു പാൻ വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യ് ഒഴിച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു, മേലെ ഡെക്കറേഷന് വേണ്ടി ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ജീരകം, പിന്നെ കറാമ്പട്ട, പിന്നെ ഏലക്കായ്, കറാമ്പട്ട, ഗ്രാമ്പു ഒക്കെ ഇട്ട് നിങ്ങളടുത്ത് ഏതൊക്കെ സ്പൈസസ് ഉണ്ടോ അതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഇത് ജീരകശാല റൈസാണ്, ഞാൻ കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുള്ള അരിയാണ്. അത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഈ കപ്പിലാണ് 1.5 കപ്പ് ജീരകശാലയാണ് എടുത്തത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ, കെറ്റലിൽ ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളമാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് മസാലയിൽ ചപ്പിടാൻ ഞാൻ മറന്നിരുന്നു, അപ്പോൾ ചപ്പിട്ട് കൊടുത്തു. അപ്പോഴത്തിന് അരി വെന്തിരിക്കുന്നു, വെള്ളം വറ്റി നല്ല ആവശ്യത്തിനുള്ളൊരു നല്ല ഒരു 90% വേവായാൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ദമ്മ് ചെയ്യാം. ദമ്മ് ചെയ്യാൻ ആദ്യം ഉള്ളി വറ്റി വെച്ചതും അതൊക്കെ കൂടിയിട്ട് ദമ്മ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ചപ്പ് പുതിനൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് ഗരം മസാല മുകളിൽ ഇട്ട് കൊടുക്കണം. അത് ഞാൻ മറന്നിട്ടുണ്ട്, അതിനി നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1 മണിക്കൂർ നമ്മൾ ദമ്മിൽ വെക്കണം. എന്നിട്ട് സെർവ് ചെയ്യാം. ഈ ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്